എന്താ? നിങ്ങളല്ലേ ഫിലിപ്പോസ്? അതെ. നിങ്ങളുടെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട്. വാറണ്ടോ? എന്താ മനസ്സിലായില്ലേ? 3 വർഷം സമൻസ് അയച്ചിട്ടും മുങ്ങി നടന്നല്ലേ? എന്താ എന്താ കാര്യം? വാ, 11 മണിക്ക് കോർട്ടിൽ ഹാജരാക്കാനുള്ളതാ. അല്ല, ഞാനിങ്ങനെ പെട്ടെന്ന് വണ്ടി ചെക്ക് കൊടുക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തായിരുന്നല്ലോ സാറേ. എല്ലാം ഏർപ്പാട് ചെയ്തിരുന്നെങ്കിലേ മജിസ്ട്രേറ്റ് വാറണ്ട് ഒപ്പിടുവോ? വാ സാർ, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം കോടതിയിലേക്ക്. ഞങ്ങളുടെ ജോലി നിങ്ങളെ കോടതിയിലേക്ക് ക്ഷണിക്കലല്ല, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോരാ. മനസ്സിലായോ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാനൊന്ന് പോയി ഹാജരായിട്ട് ഇപ്പൊ വരാം. അതെ, കൊലക്കേസൊന്നും അല്ലല്ലോ, പിന്നെ ജാമ്യക്കാരുണ്ടെങ്കിൽ വേഗം ഇറങ്ങാം. വരാം. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിക്കോട്ടെ. ഞങ്ങൾക്ക് വേറെ ജോലി ഇല്ലെന്നോ തന്റെ വിചാരം? ഡ്രസ്സുമാരുടെ കല്യാണത്തിന് വരെ പോവാണോ? വേവാ. സജിയും മാത്തച്ഛനും ഒന്ന് അറിയിച്ചേക്ക്. ഹലോ, ഷെറിയോ? എന്താടി? എപ്പോ? ഞാൻ ഉടനെ എത്താം. ഹലോ. ഹലോ, മാത്തച്ചായനില്ലേ? ഇല്ല, മിനിസ്റ്ററോട് എങ്ങോട്ട് പോയതാ? അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാ. എപ്പോഴാ വരുന്നത്? നാളെ എത്തുമെന്നാ പറഞ്ഞത്. ഇല്ല, നമ്പറൊന്നും തന്നില്ല. വരുമ്പോ എന്തെങ്കിലും പറയണോ? നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിട്ടാ സജിയുടെ അപ്പച്ചനാ ചെക്ക് കൊടുത്തത്. എന്റെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പീതാംബരം വക്കീല്. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ജാമ്യത്തിൽ എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നീ വിഷമിക്കണ്ട സജി. മായ എന്ത് പറഞ്ഞു പറഞ്ഞപ്പോ? പറയാൻ കഴിഞ്ഞില്ല അവളോട്. അവളേതോ പ്രോഗ്രാമിന്റെ തിരക്കിലായിരുന്നു. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഈ കാര്യം അറിയുമ്പോ ഒന്ന് റിയാക്ട് ചെയ്യണ്ടേ? പണ്ടത്തെ പോലെ ഒന്നും അങ്ങോട്ട് പറയാൻ അവസരം തരുന്നില്ല അവള്. അവൾക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ. എല്ലാവർക്കും ഉള്ളതല്ലേ സജി ചെറിയ ചില പ്രശ്നങ്ങൾ. അതിന്റെയൊക്കെ പേരിൽ നമ്മൾ പലപ്പോഴും ഉടക്കിയിട്ടും പിണങ്ങിയിട്ടും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടാവും നിന്റെ കൂടെ. അറിയാം, അതാ എന്റെ ഒരു സമാധാനം. നിങ്ങൾ കോടതിയിലേക്ക് പോയിക്കോ, ഞാൻ വക്കീലിനെയും കൂട്ടിയും എത്താം. അപ്പച്ച, നീ വന്നോ? വക്കീലെന്ത് പറഞ്ഞു? കേസ് അങ്ങനെ നീണ്ടുപോകുമെന്ന്. കോടതിക്ക് പുറത്തുള്ള ഒരു സെറ്റിൽമെന്റാ നല്ലതെന്ന്. ഇതുവരെ ആരുടെ മുൻപിലും ഞാൻ തലകുനിക്കേണ്ടി വന്നിട്ടില്ല, കോടതിയിലും കയറേണ്ടി വന്നിട്ടില്ല. കുറെ കാലം പുറം രാജ്യത്ത് പോയി ജോലി ചെയ്ത് മടങ്ങി വന്നപ്പോ സമാധാനമായിട്ട് ജീവിക്കാന്ന് മോഹിച്ചു. നടപ്പില്ല. അപ്പച്ചനറിയാലോ സത്യാവസ്ഥ. അനാവശ്യമായി ഞാനൊന്നും. ആ ടി വിക്കാരുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കാശ് കിട്ടുമെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? അത് പോട്ടെ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് നീ വീട്ടിക്കോളാന്ന് എന്നോട് വാക്ക് പറഞ്ഞു. അതും നടന്നില്ല. ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം എന്റെ തലയിലായി. എല്ലാറ്റിനും കണക്ക് പറയേണ്ട ഒരാള് ഞാൻ. വേണുവിനെ തൽക്കാലത്തേക്കൊന്ന് സമാധാനിപ്പിക്കാൻ ഞാൻ കുറച്ച് കാശ് അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ അന്വേഷിച്ച് വന്നാലോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നീ മാത്തുക്കുട്ടിയോട് ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യേ. തൃപ്തിയായല്ലോ നിനക്കല്ലേ? അപ്പച്ചനെ കോടതി കയറ്റിയപ്പോൾ തൃപ്തിയായല്ലോ. ഇനി ജയിലിൽ അയക്കോ വയസ്സുകാലത്ത് നീ അങ്ങനെ? എന്ത് ചെയ്യാനാ കണ്ടിരിക്കുന്ന നീ? ജാമ്യത്തിൽ ഇറക്കിയതുകൊണ്ട് കേസ് തീർന്നിട്ടില്ലല്ലോ. എങ്ങനാ കടം വീട്ടാൻ പോകുന്നത്? വീട് തൽക്കാലം ഒന്ന് പണയം വെക്കാം. മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്. എടാ, 8-10 കൊല്ലം ഗൾഫിലെ ചൂടത്തും വെയിലത്തും ജോലി ചെയ്ത കാശ് അപ്പച്ചൻ നിനക്ക് തന്നത്. ഇപ്പൊ കയറി കിടക്കാൻ ആ വീടെങ്കിലും ഉണ്ട്. അതിന്റെ ആധാരം ആ ബ്ലേഡ് വേണിന്റെ കിട്ടിയാൽ പിന്നെ അത് തിരിച്ചു കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ജോലിയില്ലാതെ തെണ്ടി നടന്നുള്ള കാശൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം. ആ വീടിത്തുള്ള കളി വേണ്ട, സമ്മതിക്കില്ല ഞാനതിന്. പിന്നെ എന്താ മാത്തച്ചായ ഒരു വഴി? അങ്ങനെ ചോദിക്കും. ഇവിടത്തെ എന്റെ ഇൻഫ്ലുവൻസ് വെച്ച് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ്. നീ അപ്പച്ചന്റെ ചെക്ക് തിരികെ വാങ്ങിക്കും. എന്നിട്ട് മാസാമാസം 5-ാം തീയതി നിന്റെ ചെക്ക് കൊടുക്ക്, പോസ്റ്റ് ഡേറ്റഡ് ആയിട്ട്. നിന്റെ കാര്യത്തിനല്ലേ കാശ് എടുത്തത്, നീ എന്നെ കൊടുക്ക്. മാത്തച്ചായ, എന്റെ ജോലി പോലും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുമല്ലോ ഉടനെ. അത് പറഞ്ഞപ്പോഴേ ഓർത്തത്, മായയെ നിന്റെ കൂടെ ട്രെയിനിയായിട്ട് എടുത്തിട്ടുണ്ടല്ലേ? അതെ. നീ എന്നോടെന്താ അത് പറയാതിരുന്നത്? പറയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടില്ലല്ലേ നീ? ഓ, നിങ്ങൾ തമ്മിൽ പ്രേമമാണല്ലോ, ദിവ്യ പ്രേമം. അതുകൊണ്ട് അവക്ക് ജോലി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും.
അങ്ങനെയൊന്നുമില്ല. അതിന്റെ പേരിലെങ്ങാനും നീ ഉഴപ്പിയാല് മാത്രമല്ല, ആ പെണ്ണിന്റെ അപ്പച്ചന്റെ ഫ്രണ്ടാ അവിടുത്തെ MD. ആ പെണ്ണിനോടൊരു സോഫ്റ്റ് കോർണർ അയാൾക്കുണ്ടാവും. അതുകൊണ്ട് നീ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇനി എനിക്ക് മിനിസ്റ്റർ കൊണ്ട് പറയിക്കാനൊന്നും വയ്യ. ഞാൻ ഉഴപ്പൊന്നൊന്നും ഇല്ല ഇച്ചായ. അപ്പൊ പിന്നെ ജോലി കൺഫേം. നീ ചെക്ക് കൊടുത്തോ. വേണുവിനെ കണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പിന്നെ അതങ്ങാനും മടങ്ങിയാൽ ജയിലിൽ പോകുന്നത് നീ ആയിരിക്കും, അതോർത്തോ. നമ്മുടെ ഹമീദ് ഗൾഫിലേക്ക് പോവാണെന്ന് അവനിപ്പോ വിളിച്ചിരുന്നു. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് നാളെ പോയാലോ? സോറി സജി, ഈ ആഴ്ച കംപ്ലീറ്റ് ഞാൻ എൻഗേജ്ഡാ. വൈറ്റിലെ ചേട്ടൻ ഫുൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കാം. താൻ വൈറ്റിലെ ചേട്ടനോട് കാര്യമായിട്ട് പറഞ്ഞ ഒരു ഹാഫ് ഡേ ലീവ് ഒപ്പിക്കാൻ ഈസി ആയിട്ട് കഴിയും. എനിക്ക് അയാളോട് റിക്വസ്റ്റ് ചെയ്യാൻ വയ്യ. സോറി, കിട്ടി. ബൈ ബൈ, ടാറ്റ. ഇതെന്താ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നേ? ദേ കണ്ടില്ലേ, പെമ്പിള്ളാരായ ഇങ്ങനെ വേണം. എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി. കേന്ദ്രമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാനാ പോണേ. സാർ ഇങ്ങനെ വള്ളിയും തൂക്കി മിഴിച്ചു നിന്നോ, ഞാൻ പോവുക. സോറി സർ. ഇറ്റ്സ് ഓക്കെ മായ. മായയ്ക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഈ വയറ്റിലെ വെയിറ്റ് ചെയ്യും. എന്നാ പോവല്ലേ? എന്താ ചേട്ടാ പതിവില്ലാതെ? ഒരു സീക്രട്ട് കാര്യം പറയാൻ വന്നതാ. ഓഫീസിൽ വെച്ച് പറഞ്ഞാൽ ചിലപ്പോ ചീറ്റും. മൊത്തം ചാരന്മാരവിടെ. എന്താ സീക്രട്ട് പറ. വൈറ്റ്ലിയും മായയും കൂടി ചെയ്ത ആ ചേരി പ്രോഗ്രാം കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഐഡിയ ആണ്. അതിനേക്കാൾ സെൻസേഷനായ ഒരു പ്രോഗ്രാം. മായ ഞെട്ടും, വൈറ്റ്ല പൊട്ടും. ആ പ്രോഗ്രാം വന്നതോടെ ഇനി എന്റെ ജോലി ഗോപിയാവുന്ന തോന്നുന്നു. ഇല്ല മോനെ, നിന്റെ ജോലി ഇതോടുകൂടി ഉറപ്പാ. ചേട്ടൻ പ്രോഗ്രാം എന്താണെന്ന് പറ. ഡ്രഗ്സ്. ഡ്രഗ്സോ? അതെ, കഞ്ചാവിനെയും മയക്കുമരുന്നിനെയും കുറിച്ചൊരു ഉഗ്രൻ സാധനം. ഇതിനെ പറ്റിയൊക്കെ എത്ര പ്രോഗ്രാംസ് വന്നിട്ടുള്ളതാ? ഞാൻ അത്ര മണ്ടനാണെന്ന് നീ കരുതിയോ? ഇല്ലില്ല. അന്നത്തെ ആ പോലീസ് സ്റ്റേഷൻ പ്രോഗ്രാം നമ്മൾ കവർ ചെയ്തോടെ എനിക്ക് ചേട്ടനെ പറ്റി നല്ല മതിപ്പാ. തമാശകള. ഇതൊരു യൂഷ്വൽ പ്രോഗ്രാം അല്ല. ഈ സിറ്റിയിലെ മയക്കുമരുന്ന് താവളത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഒരു ശ്രമം. അവരറിയാതെ അവരെ പിന്തുടരുക. ഒരു ഹാൻഡിക്യാം ക്യാമറയിലൂടെ എല്ലാം പകർത്തുക. കുഴപ്പമാവോ? ഒരു കുഴപ്പമില്ല. നീ എന്റെ കൂടെ നിൽക്ക്. നമുക്കൊരു കലക്ക് കലക്കാം. ഓക്കേ? ഓക്കേ. കഞ്ചാവിനെ കുറിച്ചുള്ള ഫീച്ചർ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നു. സജിയ പെട്ടിക്കട കണ്ടോ? കണ്ടു. കഞ്ചാവിന്റെ ഉറവിടം എന്ന് പറയുന്നത് ഇത്തരം കടകളാണ്. ഇവിടെ സ്വാമി എന്ന പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. നമ്മുടെ അന്വേഷണം ഈ പെട്ടിക്കടയിൽ നിന്നും ആരംഭിക്കാം. വാ.